നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കണക്ക് ആദ്യം ശരിയാക്കൂ, നിങ്ങൾ അത് കൃത്യമായി കോടതിയിൽ അറിയിക്കൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കോടതിയിൽ സർക്കാരിനോട് ഇന്ന് കോടതി പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ജനങ്ങളെയോ അതോ കോടതിയോ എന്നതാണ് ആരെയാണ് എന്ന ചോദ്യത്തിൽ ഉള്ളിൽ കിടക്കുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്നു എന്നത് പരമാർത്ഥമാണ്. നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ജനങ്ങൾ വിഡ്ഢിയാക്കുന്നു, ജനപ്രതിനിധികളെ വിഡ്ഢിയാക്കുന്നു, അതുപോലെ കോടതിയെയും വിഡ്ഢിയാക്കാമെന്നാണ് ഈ ഗവൺമെൻറ് ധരിച്ചു വച്ചിരിക്കുന്നത് തോന്നുന്നു. അതുകൊണ്ട് കോടതിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുകയാണ്. ഈ കോടതിയിൽ കേസ് നടക്കുമ്പോൾ എപ്പോഴും കോടതിയുടെ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര വിമർശനം ഏറ്റാലും അതിൽ പഠിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഈ കോടതിയുടെ മുന്നിൽ ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ കൃത്യമായ കണക്കുകൾ പഠിച്ച് കൃത്യമായി തന്നെ ആ രേഖകളുമായിട്ട് കോടതിയിൽ പോകണം. കോടതിയിൽ ചെന്നിരിക്കുമ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബബ്ബബ്ബ അടിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടും കാര്യക്ഷമതയും ഇല്ലായ്മ തന്നെയാണ് ഈ കോടതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോടതിയിലിട്ട് തല്ല് കൊടുക്കുന്നത്. അതായത് ഇപ്പോഴും തല്ല് കിട്ടി. കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ലേ, വയനാട് ദുരന്തത്തിനൊന്നും തരുന്നില്ലേ എന്ന് പറയുന്ന മുറവിളി നടക്കുമ്പോഴാണ് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നത്. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര കാശുണ്ട്? നിങ്ങളുടെ സ്റ്റേറ്റ് റിലീഫ് ഫണ്ടിൽ, അതായത് SDRF-ൽ, അതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ സ്വന്തം ഫണ്ടാണ് SDRF. ഈ SDRF-ലെ പണം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പണം നിങ്ങൾ എന്ത് ചെയ്തു? ആ പണത്തിൻ്റെ കണക്കുകൾ കൃത്യമായി പറയൂ. അപ്പോൾ കോടതിയിൽ അവർക്ക് ഉത്തരം മുട്ടി എന്നതാണ് കാണുന്നത്. കോടതി പറഞ്ഞ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ഈ SDRF-ൽ പണമുണ്ടോ? ഉണ്ട്. എത്ര രൂപ ഉണ്ട് ഇപ്പോൾ ബാക്കി? 677 കോടി രൂപയുണ്ട്. എത്ര ഉണ്ടായിരുന്നു? 782 കോടി രൂപ ഉണ്ടായിരുന്നു. 82.98 കോടി രൂപ ഉണ്ടായിരുന്നു. അത് 95 കോടിയോളം രൂപ നമ്മൾ വയനാട്ടിലെ മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ഇനി 677 കോടി രൂപയുണ്ട്. ശരി, അപ്പോൾ കോടതി പറഞ്ഞു, ബാക്കി ഉണ്ടെന്ന് പറയുന്ന 677 കോടി രൂപയിൽ എത്ര ചെലവഴിക്കാൻ സാധിക്കും? കോടതി എന്ന് ചോദിച്ചതാണ്. എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തുക, മറ്റു ബാധ്യതകൾ എന്നൊക്കെ കോടതി ചോദിച്ചെങ്കിലും സർക്കാരിൻ്റെ പക്കൽ കണക്കുണ്ടായിരുന്നില്ല. ഈ പണം എത്ര കൊടുത്തു? 95 കോടി ഞങ്ങൾ മുടക്കി എന്ന് പറയും. എന്നാൽ 95 കോടിയുടെ കണക്ക് എന്താണ്? നിങ്ങൾ എത്രയാണ് കൊടുത്തത്? ആർക്കെല്ലാം കൊടുത്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എന്നിട്ട് ഇനി എന്തൊക്കെയാണ് കൊടുക്കാൻ നിങ്ങൾക്കുള്ളത്? അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഒരു വക പറയാൻ അവർക്കില്ല. ഞങ്ങൾ 95 കോടി കൊടുത്തു എന്ന് പറയുന്നു. 782.98 കോടി രൂപ ഉണ്ടായിരുന്നു പറയുന്നു. അതിൽ ഞങ്ങൾ ഇത്ര ചിലവാക്കി, ഇനി 677 ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ കണക്കുകൾ നിങ്ങൾ തരൂ എന്ന് കോടതി പറയുന്നു. കണക്കുകൾ തരാൻ കഴിയുന്നില്ല. ഇതിൻ്റെ രസം മാറ്റൊന്നുമല്ല. രസം എന്ന് പറയുന്നതിനേക്കാളും നല്ലത്, നാണക്കേട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഓഫീസർ, സംസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ഫിനാൻഷ്യൽ ഓഫീസർ, അദ്ദേഹം ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ ഓഫീസർ കോടതിയിലുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ ഫിനാൻഷ്യൽ ഓഫീസർക്ക് കൃത്യമായ കണക്കുകൾ പറയേണ്ടതാണ്. പക്ഷെ പറയാൻ കഴിയുന്നില്ല. കാരണം ഈ ഗവൺമെൻറ് എങ്ങനെയൊക്കെ ചിലവാക്കുന്നു, ഏതെല്ലാം രീതിയിൽ ചിലവാക്കുന്നു, എവിടെ നിന്നൊക്കെ ചിലവാക്കുന്നു, ഒരു കുത്താമതി കണക്കാണ്. ആർക്കും ഒരു നിശ്ചയവുമില്ല. ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലെ ചില പണം നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ ചെലവഴിച്ച് കഴിഞ്ഞാൽ അതിന് കണക്ക് വരില്ല. കല്യാണമൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ വീട്ടിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ കുറച്ച് കാശുണ്ടായിരുന്നു, അത് എത്ര ഉണ്ടായിരുന്നു, ശരി, എത്ര മുടക്കി, അവസാനം ചെന്ന് നോക്കുമ്പോൾ ബാക്കി ഇത്ര രൂപയുണ്ട്, അപ്പോൾ ഇത്ര രൂപ മുടക്കി. നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന പണത്തിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള പണം എടുത്ത് കൂട്ടുമ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമ്മൾ മുടക്കിയ പണം കിട്ടും. ശരി, എവിടെയൊക്കെ മുടക്കി, ആരൊക്കെ മുടക്കി അറിയില്ല. ആ ഒരു കുത്തഴിഞ്ഞ രീതിയല്ലേ അത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ കേരള ഗവൺമെൻറ്റിന് നടക്കുന്നത്. അവർ പറയുന്നുണ്ട്, എന്തൊക്കെ കോടതിയെ ചോദിച്ചെങ്കിലും സർക്കാരിന് പക്കൽ കണക്കുണ്ടായിരുന്നില്ല. ഇതോടെയാണ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത്. കോടതിക്ക്
കേട്ടിട്ട് ഒരുതരം ചൊറിച്ചിൽ വന്നു എന്നാണ്. ഇവന്മാർ എവിടത്തോമാർ എന്ന് തോന്നൽ സ്വാഭാവികമായിട്ടും ജഡ്ജിമാർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ജഡ്ജി AK ജയശങ്കരൻ നമ്പ്യാരും CP മുഹമ്മദ് നിയാസുമായിരുന്നു ഈ കോടതിയിൽ കേസ് കെടുത്തത്. 2 ജഡ്ജിമാർക്കും വല്ലാതെ ചൊറിച്ചിൽ വന്നു, കാത് കടിച്ചിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് അത് കോടതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ, ജഡ്ജിമാരല്ലേ. അപ്പോൾ മനസ്സിൽ അതിങ്ങനെ ഇവരൊക്കെ എന്തിന് ഇതെല്ലാം വാരിക്കെട്ടി ഇവിടെ വന്നിരിക്കുന്നു, നാശങ്ങൾ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും കോടതി. നോക്കുക, അങ്ങനെ കോടതിക്കൊക്കെ മനസ്സിൽ തോന്നിയാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന പിന്നെ കോടതിയിലുള്ള മറ്റുള്ളവർക്കെല്ലാം ഇത് കേട്ടുകൊണ്ട് ഒരുതരം പരിഹാസം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. ഈ ഗവൺമെൻറ്റിനാണ്, നമ്മുടെ സംസ്ഥാനത്തിനാണ് ഇത് നാണക്കേടായി വരുന്നത്. ഒരു ഗവൺമെൻറ് ഇത്രമാത്രം കഴിപ്പണം കെട്ടുപോയല്ലോ എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകാതെ ഇരിക്കുന്നത് എങ്ങനെ? എന്തായാലും എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ ഇല്ലാത്തതെന്ന് കോടതി ആരാഞ്ഞു. ആരെയാണ് വിട്ടിയാക്കാൻ നോക്കുന്നതെന്നും ഇത്രയധികം പേർ മരിച്ച ദുരന്തത്തിൽ അവരെ കൂടി അപമാനിക്കരുതെന്നും കോടതി പറഞ്ഞു. നോക്കണേ, കോടതി വളരെ രൂക്ഷമായിട്ടാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ആരെയാണ് വിട്ടിയാക്കുന്നത്? എന്തുമാത്രം ആൾക്കാർ മരിച്ചതാണ്, നിങ്ങൾ മരിച്ചവരെ കൂടി നിങ്ങൾ വിട്ടിയാക്കുകയാണോ? ഇതാണ് കോടതി ചോദിച്ചത്. കോടതി പിണറായി സർക്കാരിനെ കോടതിയിലിട്ട് കടിച്ചു കുടഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെയെല്ലാം ചെലവഴിക്കുന്നു എന്നൊക്കെ കണക്കുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് ധനസഹായം ചോദിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ആദ്യം സംസ്ഥാനത്തിന്റെ കണക്കുകൾ ശരിയാക്കാനും കോടതി നിർദ്ദേശം നൽകി. അതാണ് പറയുന്നത്. നിങ്ങളുടെ കണക്കുകൾ ശരിയായി കൊണ്ടുപോവാ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറ, എന്നിട്ട് കൃത്യമായ കണക്ക് കേന്ദ്രത്തിൽ കൊടുത്താലേ നിങ്ങൾക്ക് പണം തരാൻ പറ്റൂ. അല്ല നിങ്ങൾ തോന്നും പോലെ ഞങ്ങൾ അത്ര ചെയ്തു, ഇത്ര ചെയ്തു, ഇത്ര വേണം, ഞങ്ങൾക്ക് 291 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കണക്കും ഒക്കെ വേണ്ടേ? അപ്പോൾ അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ മുടക്കിയ പൈസയെങ്കിലും നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നെങ്കിലും SDRFൽ നിന്ന് പോലെങ്കിലും നിങ്ങൾ മുടക്കിയ പണത്തിൻ്റെ എങ്കിലും കണക്ക് നിങ്ങൾ പറയൂ കോടതിയിൽ, ദയവ് ചെയ്ത് പ്ലീസ്. അതുകൊണ്ട് നിങ്ങൾ അത് പറയൂ. ഞങ്ങളുടെ വിഡ്ഢിയാക്കരുത്, കോടതിയെ വിഡ്ഢിയാക്കരുത്, നിങ്ങൾ ഈ മരിച്ചുപോയ ദുരന്തത്തിൽ മരിച്ചവരെ വിഡ്ഢിയാക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് വരൂ. കേന്ദ്രത്തിനും കണക്ക് കൊടുക്കാതെ കേന്ദ്രത്തിന് നിങ്ങൾക്ക് പണം തരാൻ കഴിയുമോ? ഇതൊക്കെ കോടതി ചോദിക്കുന്നു. നമുക്ക് നമ്മുടെ കോടതി നമ്മുടെ സംസ്ഥാനം നിന്ന് ഇങ്ങനെ വിറയ്ക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ ഒരുതരം ചൂടുന്നത് കാണുമ്പോൾ, സത്യത്തിൽ ഈ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, കേരളത്തിൽ വോട്ടവകാശമുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വല്ലാതെ നാണം തോന്നുന്നു. ഈ കേരളത്തിൽ ജനിച്ചു പോയല്ലോ, ഇത് ഏത് കാലത്താണ് ഈ സർക്കാർ കേരളത്തിലേക്ക് വന്ന് വീണതെന്ന് ചിലപ്പോൾ അറിയാതെ തലയൊക്കെ വെച്ച് തോന്നിപ്പോകുന്നു. എനിക്ക് തോന്നുന്നത് ഈ ജഡ്ജിമാർക്കും അത്തരത്തിൽ തലയൊക്കെ വെച്ചവരുടെ മനസ്സിൽ തോന്നി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല ജഡ്ജിമാർ ഉള്ളിൽ, പക്ഷേ എങ്കിലും ഉള്ളിൽ ഇത് കഴിഞ്ഞ് ശരി എന്നാൽ നിങ്ങൾ വ്യാഴാഴ്ച എല്ലാ കണക്കുകളും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കോടതി 12-ാം തീയതി അടുത്ത വാദം കേൾക്കാൻ വച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ അമിത്ഷാ പറഞ്ഞ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഓർമ്മിക്കേണ്ടതാണ്. എന്നിട്ട് അമിത്ഷായെ ഇപ്പോൾ വിമർശിക്കാൻ കോടതിയിൽ ഇവർ ഇടപെട്ടു. ഇത്രയും പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി കോടതിയിൽ അമിത്ഷാ കേരളത്തിനെ നാണം കെടുത്താനാണ് ശ്രമിച്ചത്, ഞങ്ങൾ കണക്ക് ശരിയായി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു വേണ്ട വരട്ടെ, അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം ഈ കോടതിയിൽ കൊണ്ടുവന്ന് കളിക്കണ്ട. ഞാൻ കൃത്യമായി കണക്ക് ചോദിച്ചു, കണക്ക് കോടതിയിൽ നിങ്ങൾ തന്നിട്ടില്ല, നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നതില്ല, നിങ്ങളുടെ രീതിയിൽ കളിച്ചുകൊള്ളൂ. പക്ഷെ കോടതിയിൽ ആവശ്യം ഞങ്ങൾ ചോദിക്കുന്ന കണക്കുകളാണ്, അത് മതി. ബാക്കി അമിത്ഷാ എന്ത് ചെയ്തു, അമിത്ഷാ നിങ്ങളെന്ത് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കിവിടെ കേൾക്കേണ്ടെന്നും കോടതി പറഞ്ഞു. നോക്കുക, അവിടെയും ചൂളിപ്പോയിരിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മൾ കാണുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ. ഒരു ദുരന്തം നടന്നപ്പോൾ ആ ദുരന്തത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇപ്പോഴും അവിടുത്തെ പെട്ടവർക്ക് വീടിൻ്റെ വാടക പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന സർക്കാർ. എന്നിട്ട് പിന്നെ CMDRFൽ കൊണ്ടുവരൂ പണം, CMDRFിലേക്ക് പാവം വയനാട്ടുകാരെ സംരക്ഷിക്കണ്ടേ, കുടുക്ക പൊട്ടിക്കൂ, സൈക്കിൾ വിൽക്കൂ, പിന്നെ മറ്റെന്തെങ്കിലും കമ്മൽ പൊട്ടിക്കൂ, വിറ്റ് കാശാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CMDRFിലേക്ക് പണവും കൊണ്ടുവരുന്നു. CMDRFിലെ പണത്തിൻ്റെ കണക്കുകൾ ഇനി ചോദിക്കുമ്പോഴാണ് കോടതിയിൽ ഇതിനേക്കാളും കളി നടക്കാൻ പോകുന്നത്.